കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഈ മാസം 5-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് മൂന്ന് സംശയങ്ങളാണ്. ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഡിഗ്രി സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടായിരിക്കുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം 5-ാം തീയതി പുറത്തുവിട്ടേക്കും. ഈ മാസം 5-ാം തീയതി പുറത്തുവിടുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് 20-ാം തീയതി വരുമെന്ന് അറിയിച്ച ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19-ാം തീയതിയും 27-ാം തീയതി വരുമെന്ന് അറിയിച്ച സെക്കൻഡ് അലോട്ട്മെൻറ്റ് 26-ാം തീയതിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാം, ഈ മാസം 5-ാം തീയതി വരുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു 4-ാം തീയതി രാത്രിയോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് നോക്കാം. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. FYUGCAP 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് FYUGCAP എന്ന ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് CAP ID ആണ്, പാസ്വേഡ് തന്നെയാണ് സെക്യൂരിറ്റിക്ക്. ഇത് രണ്ടും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായി അഡ്മിഷൻ മാറി ലഭിക്കുന്നത് ന്യൂ ഓപ്ഷൻ, ഹയർ ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി സീറ്റ് ലഭിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഇതിൽ തേർഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാറ്റലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടാക്കുന്നത്, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ വിൻഡോയുടെ അതായത് നിങ്ങൾക്ക് തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ ഫോർ അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ ഡൗൺലോഡ് ഹിയർ ടു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊക്കെ ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രിൻ്റായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുകയും ചെയ്യാം. ഏതായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം 5-ാം തീയതി പുറത്തു വിട്ടേക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ്. അപ്പോൾ കാത്തിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.